Welcome students. In the discussing the topic wave function and probability density. കഴിഞ്ഞ ക്ലാസ്സിൽ de Broglie wavelength ആണെന്ന് പറഞ്ഞത് ഏത് മാറ്റർ ആണെങ്കിലും if it moving then it has a particular velocity and mass, then of course it has some momentum അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേവ്സ് ഉണ്ട്. ആ വേവ്സിനെ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ട് and that wavelength is h/p. then that waves are called matter waves or de Broglie waves അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഒരു വേവ് ഉണ്ടല്ലോ, അത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാറ്റർ വേവ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? തീർച്ചയായിട്ടും അത് സ്പ്രെഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അതങ്ങ് സാധാരണ ഒരു വേവ് ആണെങ്കിൽ നമ്മളൊരു കൺസിഡർ ചെയ്യുന്ന ഒരു ഹാർമോണിക് വേവ് ആണെങ്കിൽ ഇറ്റ് വിൽ എക്സ്റ്റെൻസ് ഓൾ ഓവർ ദി സ്പേസ്. ഒരു ഇൻഫിനിറ്റ് എക്സ്റ്റൻഷനിൽ ഇത് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്ത വേവിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും? വി ഡു നോട്ട് ഗെറ്റ് എനി ഐഡിയ ഓഫ് ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്ഡ് ബൈ സച്ച് എ വേവ്. ഒരു ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് പാർട്ടിക്കിളുടെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാറ്റി വേറൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതാണ് wave packet എന്ന് പറയുന്നത്. So a wave packet which consists of a group of harmonic waves. A group of harmonic waves constitute a wave packet. ഇപ്പോൾ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് എക്സ്റ്റൻഷൻ ആയിട്ടല്ല കിടക്കുന്നത്. അത് ഇറ്റ് വിൽ കൺഫൈൻ ടു എ സ്മോൾ റീജിയൻ ഓഫ് സ്പേസ്. ഓക്കെ, അതാണ് വേവ് പാക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇനി ഞാൻ വേവ് പാക്കറ്റിലേക്ക് കടന്നു വരാം. അതിന് മുന്നേ വേവ് ഫങ്ഷൻ എന്താണെന്ന് പറയണം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വാട്ടർ വേവ്സോ സൗണ്ട് വേവ്സോ ഒക്കെ എടുക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫിസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി അവിടെ കാണും. അതായത് പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി കാണും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ വേവ്സിൻ്റെ കേസിൽ അവിടെ പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന എന്താണ്? ഹൈറ്റ് ഓഫ് വാട്ടർ വേവ് ആണ്. അതായത് ഒരു പോണ്ടിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കല്ലെടുത്തിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വാട്ടർ വേവ്സ് ഉണ്ടാകും. അതിങ്ങനെ എന്താണ് ഓസിലേറ്റ് ചെയ്ത് മുകളിലും താഴിലുമായിട്ട് അല്ലേ, ഹൈറ്റ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ വേരി ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ അവിടെ പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് വാട്ടർ വേവ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് വേവ്സിൻ്റെ കേസിൽ എന്താണ്? അവിടെ എയറിൻ്റെ കംപ്രഷനും റെയർഫാക്ഷനും വരുന്നത്. സോ എയറിൻ്റെ കംപ്രഷൻ ആൻഡ് കംപ്രഷൻ പ്രഷറിൻ്റെ വേരിയേഷനാണ് അവിടെ വരുന്നത് അല്ലേ. സോ പീരിയോഡിക്കലി ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. ആൻഡ് വാട്ട് അബൌട്ട് ലൈറ്റ് വേവ്? ലൈറ്റ് വേവ് നമുക്കറിയാം, ഇറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ. അതിൽ തന്നെയുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വേരിയേഷനാണ്. ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതിൻ്റെ വേരിയേഷനാണ് അവിടെ പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ സൗണ്ട് വേവ്സിൽ, വാട്ടർ വേവ്സിൽ, എല്ലാ ടൈപ്പ് വേവ്സിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിസിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാറ്റർ വേവ്സിൻ്റെ കേസിൽ, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ്സിൻ്റെ കേസിൽ എന്താണ് ഈ വേരിയിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ആ വേരിയിങ് ക്വാണ്ടിറ്റിയാണ് വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്, ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ്. ആൻഡ് സൈ ഈസ് ഡിപ്പെൻസ് ഓൺ ആർ ആൻഡ് ടി, വെയർ ആർ ഈസ് ദി സ്പേസ്, എക്സ് വൈ സെഡ്, ദെൻ ടി എന്ന് പറഞ്ഞാൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി മാറ്റർ വേവ്സ് ഓർ വേവ് പാക്കറ്റ്. ഓക്കെ, ഇനി ഈ വേവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, വേവ് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ varying quantity and which is related to the probability of finding the particle at a particular position at a particular time. നമുക്കറിയാലോ ഇവിടെ ഒരു വേവ് പാക്കറ്റ് ഉണ്ട്. അപ്പോൾ വേവ് പാക്കറ്റിലോ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലോ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ അതിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പോൾ പ്രോബബിലിറ്റി ചിലപ്പം കൂടാൻ, ചിലപ്പോൾ പ്രോബബിലിറ്റി കുറയാം. സോ ആ പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേരിയിങ് ക്വാണ്ടിറ്റിയാണ് ഈ വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മാറ്റർ വേവ്സിനെ
ഇറ്റ്സ് ദ വേവ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് വേവ് എന്ന് പറയാം. ബിക്കോസ് വേവ് റെപ്രസെൻറ്റ്സ് ദിസ് മാറ്റർ വേവ്സ് റെപ്രസെൻറ്റ്സ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, വേവ് ഫംഗ്ഷൻ പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ വേവ് ഫംഗ്ഷൻ തന്നെയാണോ പ്രോബബിലിറ്റി, ഈ സൈ ആണോ പ്രോബബിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് അത് അല്ല, അത് തെറ്റാണ്. സൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഇപ്പം അതായത് വേവ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഈ ഒരു പാർട്ടിക്കിളിനെ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ കാണാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം വേവ് ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടുതലാണ്. ഇനി ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് പറയാം ഈ വേവ് ഫംഗ്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണെന്ന്. സോ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇറ്റ് ഈസ് ഫോർ ദി പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബബിലിറ്റി. സാധാരണ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സാധാരണ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന എങ്ങനെയാണ്, 0 to 1 ആണ് പ്രോബബിലിറ്റി വേരി ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി 0 ആണെങ്കിൽ എന്ത് പറയാം, ദർ ഇസ് നോ ചാൻസ് ഫോർ ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് അല്ലേ. പ്രോബബിലിറ്റിയേ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ല പാർട്ടിക്കിളിനെ അവിടെ കാണാൻ. ഇനി രണ്ടാമത്തെ ചാൻസ് എന്താണ്, പ്രോബബിലിറ്റി 1. പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞാൽ 100% ഷുവറാണ് അവിടെ പാർട്ടിക്കിൾ ഉണ്ട്. ഇതൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോബബിലിറ്റിയുടെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ സൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേവ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ് സൈ ആയിരിക്കും, നെഗറ്റീവ് സൈ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നാൽ പ്രോബബിലിറ്റി അങ്ങനെ പോസിറ്റീവോ നെഗറ്റീവോ ആകുമോ? പ്രോബബിലിറ്റി ഒരിക്കലും അത് നെഗറ്റീവ് ആകത്തില്ല. പ്രോബബിലിറ്റി എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ സൈ എന്ന് പറയുന്നത് നെഗറ്റീവോ പോസിറ്റീവ് ആകാം, പ്രോബബിലിറ്റി പോസിറ്റീവ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ സൈ പ്രോബബിലിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സൈ ഈസ് നോട്ട് പ്രോബബിലിറ്റി ആൻഡ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ആക്ച്വലി സൈക്ക് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷേ നമ്മൾ ഈ സൈഡ് സ്ക്വയർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മോഡ് സൈ സ്ക്വയർ എടുക്കാമെന്ന് വെച്ചാൽ ഈ മോഡ് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ. സൈ എന്ന് പറയുന്നത് നെഗറ്റീവോ പോസിറ്റീവ് ആകാം. മോഡ് എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആൻഡ് സൈ സ്ക്വയർ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലേ. കാരണം ഈ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് ദിസ് സൈ സ്ക്വയർ വിൽ ഗിവ് ദി പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു യൂണിറ്റ് വോളിയത്തിൽ നമ്മളൊരു ഫുള്ള് സ്പേസ് എടുക്കുന്നില്ല, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഈ പ്രോബബിലിറ്റി കാണാനുള്ള അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റി എന്നതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ്. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ദി പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോളിയം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ റോ ആർ ടി ഇസ് ഈക്വൽ ടു സൈ ഓഫ് ആർ ടി സ്ക്വയർ. കണ്ടോ, മോഡ് സൈ ഓഫ് ആർ ടി സ്ക്വയർ. ഇപ്പോൾ സൈക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല, എന്നാൽ സൈ സ്ക്വയർ എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എങ്ങനെ വരും? ടോട്ടൽ നമുക്ക് ആ സ്പേസിൽ എവിടെയെങ്കിലും പാർട്ടിക്കിളിനെ കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓൾ സ്പേസ് സൈ ഓഫ് ആർ ടി സ്ക്വയർ ഡി ടോ. ഡി ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വോളിയം എലമെൻ്റ് ആണ്. ഡി എക്സ് ഡി വൈ ഡി ഇസഡ് വോളിയം എലമെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ആ ഫുൾ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ആ സ്പേസിൽ നമ്മളത് ആ ഫുള്ളാണല്ലോ എടുത്തിരിക്കുന്നത്, ഓൾ സ്പേസ് ആണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫുൾ സ്പേസിൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 100% ആ സ്പേസിലൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത് 1 അല്ല, എന്നാൽ നമുക്ക് പറയാം ഈ ഒരു ക്വാണ്ടിറ്റി ഓൾ സ്പേസ് സൈ ഓഫ് ആർ ടി സ്ക്വയർ ഡി ടോ ഇസ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബബിലിറ്റി മസ്റ്റ് ബി യൂണിറ്റ്. എന്തായാലും സ്പേസിലൊരു നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. ഇപ്പോൾ എന്താണ്, ഒരു ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുവാണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ എന്താണ്, ഒരു 30% ഇലക്ട്രോണിനെ കണ്ടു അല്ലെങ്കിൽ 50% ഇലക്ട്രോണിനെ കണ്ടു എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ദർ ഇസ് എ 30% ഓഫ് പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് ദി ഇലക്ട്രോൺ അല്ലേ. ഒരു 30% പ്രോബബിലിറ്റി ഉണ്ട് ഇലക്ട്രോണിനെ കാണാൻ, അല്ലെങ്കിൽ 50% പ്രോബബിലിറ്റി അവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ സൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട്
വേവ് ഫങ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി.